അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്ത് ഹർബുൽ ഫിജാർ എന്ന ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയും കൊല്ലപ്പെട്ടത്. അതിനാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് നടത്തിയത് പിതൃവ്യനായ അംർ ബിൻ അസദ് എന്ന വ്യക്തിയാണ്. ജാഹിലിയ്യ കാലത്ത് തന്നെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അത്വാഹിറ അഥവാ വിശുദ്ധ എന്ന് അറിയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സലാം പറഞ്ഞ ഏക വനിതയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല മറ്റ് അമ്പിയാക്കളിൽ പലർക്കും സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ മഹിളാരത്നങ്ങളായ വനിതകൾക്ക് സലാം പറഞ്ഞ സംഭവങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു തആല നേരിട്ട് സലാം പറഞ്ഞ ഏക വനിത ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മാത്രമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴിയാണ് അല്ലാഹു തആല സലാം കൈമാറുന്നത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് യുഖ്രിഉക്കി സലാമ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് സലാം അയച്ചിട്ടുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ അറിയിച്ചപ്പോൾ വൈജ്ഞാനിക കലവറകളുടെ സൂക്ഷിപ്പുകാരിയായ പണ്ഡിതയായ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രതിവചിച്ചത് ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീലസ്സലാം വഅലൈക്കസ്സലാം യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മഹദി സലാം മടക്കുകയുണ്ടായി. ഈ സലാമിൻ്റെ വാക്യങ്ങളും അതിൻ്റെ രീതിശാസ്ത്രങ്ങളും പണ്ഡിത ലോകത്ത് വിശാലമായ ചർച്ചകൾക്ക് വിധേയമായതാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രവിശാലമായ പാണ്ഡിത്യമാണ് ഇതിലൂടെ അനുവാചകർക്ക് ബോധ്യപ്പെടുന്നത്. മഹദിയായ ഖദീജ ബീവി 6 മക്കളെ പ്രസവിച്ചു പോറ്റി വളർത്തി. അതേസമയം തന്നെ മറ്റു കുട്ടികളെയും അവിടുന്ന് പരിപാലിച്ച ചരിത്രം കാണാവുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമകനായ സെയ്ദ് എന്ന കുട്ടിയെ കാണാവുന്നതാണ്. അവിടുത്തെ മൂത്താപ്പയുടെ മകനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പകാലത്ത് മറ്റു മക്കളോടൊപ്പം ഖദീജ ബീവി പരിപാലിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള വൈവാഹിക ബന്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്ന 2 മുൻ ഭർത്താക്കന്മാരിലെ 3 മക്കളെയും ബീവി അവിടുന്ന് പോറ്റി വളർത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിധവയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ 2 മക്കൾ സുബൈർ ബിനുൽ അവ്വാം, സായിബ് ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുമ. ഈ മക്കളെയെല്ലാം പോറ്റി വളർത്തിയ ക്ഷമാശീലയും സ്നേഹസമ്പന്നയുമായ മാതാവായിരുന്നു ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അതേസമയം തന്നെ പുത്രന്മാരുടെ വിയോഗത്തിൻ്റെ വേദന ഈമാനോടുകൂടി നേരിട്ട വനിതയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. 2 വയസ്സ് പൂർത്തിയാകാതെ ബീവിയുടെ ആൺമക്കൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആദ്യമുണ്ടായ ആൺകുട്ടി ഖാസിം എന്നവരാണ് എന്ന് ഭൂരിപക്ഷം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി പിറന്നത് മൂത്ത മകളായ സൈനബ റളിയല്ലാഹു അൻഹയാണ്. അതിനുശേഷം ജനിച്ചത് റുഖിയ ബീവിയാണ്. 4മതായി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയാണ്. 5മതായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. 6മതായി പിറന്നത് അബ്ദുല്ല എന്ന കുട്ടിയാണ്. അബ്ദുല്ല എന്ന അരുമസന്താനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് ശേഷമാണ് പിറന്നത്. 41-ാമത്തെ വയസ്സിലാണ്. അബ്ദുല്ല എന്ന കുട്ടി
ത്വയ്യിബ് എന്നും ത്വാഹിർ എന്നും വിളിപ്പേരുകളിലാണ് അറിയപ്പെട്ടത്. എന്നാൽ മുലകുടി പ്രായത്തിൽ തന്നെ അബ്ദുള്ള എന്ന സന്താനം അവിടുന്ന് വിയോഗം വരിച്ചിട്ടുണ്ട്. അകത്തളങ്ങളിൽ ഈമാൻ അതിശക്തമായി ഉറച്ചു കഴിഞ്ഞ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇത്തരം വിഷമഘട്ടങ്ങളെ ധീരമായി മറികടന്നു. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു സമാധാനിച്ചു. ഒരിക്കൽ മഹദിയുടെ മാറിടത്തിൽ നിന്ന് പാൽ കിനിഞ്ഞപ്പോൾ തൻ്റെ മകനെ ഓർക്കുകയാണ്. മഹദിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒലിക്കാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലൊരു സ്വർഗീയ വനിതയുടെ മടിയിലിരുന്ന് അവൻ പാൽ കുടിക്കുകയാണ്. അവരുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അവൻ കൊഞ്ചിച്ചിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ അരുമ മോൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. അപ്പോഴാണ് അതിശക്തമായ ഈമാനിൻ്റെ ആത്മീയതയുടെ അകക്കാമ്പുള്ള ആദരണീയ വനിതയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയുന്നത്, വേണ്ട, അവനെ പരിചരിക്കാൻ ആളെ ഏൽപ്പിച്ചല്ലോ, അതുമതി. അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. ഞാൻ അവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുകൊള്ളാം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, 2 വയസ്സുവരെ അവർ അവനെ മുലയൂട്ടുന്നതാണ്, പരിപാലിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സന്തുഷ്ടയായി.